അങ്ങനെ നമ്മൾ പെട്ടിയും സാധനങ്ങളെടുത്ത് ഫ്ലൈറ്റിലേക്ക് പോകാൻ പോവാണ്. അൽക്കോൺ ഇന്റർനാഷണൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റിൽ. പുറത്ത് നല്ല ഒടുക്കത്തെ മഴ ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ കുആലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനൊരു വണ്ടി വന്നു. നമ്മൾ വിചാരിച്ച അതാണ് വണ്ടി, നാട് ജീവിതമാവെന്ന് വിചാരിച്ചാൽ. പക്ഷേ അതിൽ ആൾമറയായിരുന്നു നമ്മളെ വണ്ടി. ഇതാണ് നമ്മളെ ഡ്രൈവർ ഏട്ടൻ, ടോളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ചേട്ടൻ പറഞ്ഞാൽ കുആലാലംപൂർ ഇന്ത്യ പോലെ നല്ല ട്രാഫിക്കൊക്കെ കുറവാണ്. അതിൽ പിന്നെ ഒടുക്കത്തെ ട്രാഫിക്. ഇതാണ് നമ്മളെ ഇന്ന് നിൽക്കാൻ പോകുന്ന ഹോട്ടലിൽ നിന്നുള്ള റൂമാണ് ഇത്. ഇതാണ് നമ്മളെ വ്യൂ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നല്ല ശോകം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുആലാലംപൂരിൽ എവിടെ നോക്കിയാലും സ്കൈ സ്ക്രേപ്പേഴ്സ് ആണ്. ഇന്ത്യയിലൊക്കെ എപ്പോഴാണോ ഇങ്ങനെ വരാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ 7-Eleven പോയി ഒരു മാഗി ഒരു മിലോവും കഴിച്ച്. മിലോ ഒരു രസമില്ല, റിൻഷായിന് കൊടുക്കാം. മാഗി നല്ല അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ മാഗിയും കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മാഗിയും കഴിച്ച് അവിടെ നമ്മൾ ഇറങ്ങി KL ടവറിലേക്ക്. മലേഷ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ് എന്നുള്ള സിറ്റി വ്യൂ കാണാനാണ് നമ്മൾ ഇന്ന് KL ടവറിൽ പോകുന്നത്. 2500 കൊടുത്തല്ലേ എന്ന് വിചാരിച്ചപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. ഇതാണ് ഇനി അടുത്ത പോകേണ്ട ബിൽഡിംഗ്, ടോക്കിയോ സ്കൈ ട്രീ. എപ്പോഴാണ് പോകണം ഇൻഷാ അല്ലാ. പിന്നെ ഇതാണ് മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. 118 ഫ്ലോറാണുള്ളതെന്നാണ് നമ്മളെ ഡ്രൈവർ ഏട്ടൻ പറഞ്ഞത്. പെൻസിൽ കൂർപ്പിച്ച പോലെ ഉണ്ടാകുന്ന റിൻഷാദ് പറയുന്നത്. അവന് പിന്നെ എന്ത് കണ്ടാലും പുച്ഛമാണല്ലോ.